രബീന്ദ്രനാഥ ടാഗോറിൻ്റെ കാബൂളിവാല. ആഖ്യാനം കെ വാസന്തി, കെ വി രാമചന്ദ്രൻ. സാക്ഷാത്കാരം കെ വി രാമചന്ദ്രൻ. കാബൂളിവാല. ശരത്കാലമായിരുന്നു. ഈ കാലത്താണ് പുരാതന കാലങ്ങളിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടിരുന്നത്. കൊൽക്കത്തയിലെ ഒരു മൂലയിലുള്ള എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങാറില്ലെങ്കിലും ലോകം മുഴുവൻ യഥേഷ്ടം സഞ്ചരിക്കുന്നതിന് ഞാൻ എൻ്റെ മനസ്സിനെ അനുവദിക്കാറുണ്ട്. പുതുതായി വല്ല രാജ്യത്തിൻ്റെയും പേരു കേട്ടാൽ എൻ്റെ മനസ്സ് ഉടനെ അവിടെ ചെല്ലും. വിദേശീയനായ വല്ലവനെയും വഴിക്ക് വെച്ച് കണ്ടാൽ ആ രാജ്യത്തിലുള്ള പർവ്വതങ്ങൾ, തുറകൾ, കാടുകൾ, നദികൾ ഇവയെക്കുറിച്ചും അവയുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അയാളുടെ ഭവനത്തെക്കുറിച്ചും അവിടെ ദൂരത്തുള്ള മലകളിലെ സ്വതന്ത്ര ജീവിതത്തെക്കുറിച്ചും എൻ്റെ മനസ്സ് പല വിധത്തിൽ ആലോചിച്ച് സ്വപ്നം കണ്ടു തുടങ്ങും. സസ്യങ്ങളെപ്പോലെ അചലമായ ഒരു ജീവിതം ഞാൻ നയിച്ചു പോന്നതുകൊണ്ടായിരിക്കാം ദേശസഞ്ചാരം എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇടിമിന്നൽ പോലെ ഒരാളൽ ഉണ്ടാവുന്നത്. അന്യരാജ്യ സഞ്ചാരത്തിൽ കാണാവുന്ന കാഴ്ചകളും ഉണ്ടാകാവുന്ന അനുഭവങ്ങളും തുടരെ തുടരെ എൻ്റെ മനോമുകുരത്തിൽ പ്രതിഫലിച്ചു കാണുന്നതിനുള്ള കാരണവും അതുതന്നെയായിരിക്കാം. ഈ കാബൂളിവാലയുടെ സാന്നിധ്യത്താൽ എൻ്റെ മനസ്സ് പെട്ടെന്ന് അയാളുടെ സ്വരാജ്യത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. വരണ്ട പർവ്വത കൊടുമുടികളും അവയ്ക്ക് ചുറ്റുമുള്ള ഇടുങ്ങിയ തുറകളും മറ്റും ക്ഷണത്തിൽ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ കണ്ടു. പല വഴിക്കുമായി പോകുന്ന കച്ചവടക്കാരുടെ ഭാരം വഹിക്കുന്ന ഒട്ടകങ്ങളെയും വലിയ തലപ്പാവുകൾ ധരിച്ച് പഴയ തരത്തിലുള്ള പല ആയുധങ്ങളും എടുത്ത് മലമ്പ്രദേശത്ത് നിന്ന് മൈതാന പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന കച്ചവടക്കാരെയും ഞാൻ എൻ്റെ മനോരാജ്യത്തിൽ കണ്ടു. അവിടെ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് മറ്റു പലതും നോക്കിക്കാണുന്ന അവസരത്തിൽ മിനിയുടെ അമ്മ വന്ന് എന്നെ തടഞ്ഞ് ആ മനുഷ്യനെ സൂക്ഷിക്കണേ എന്ന് എന്നോട് അപേക്ഷിച്ചതായി എനിക്ക് തോന്നി. മിനിയുടെ അമ്മ വളരെ ഭീരുവായ ഒരു സ്ത്രീയാണ്. വഴിയിൽ നിന്ന് വല്ല ശബ്ദവും കേൾക്കുകയോ വീട്ടിലേക്ക് വല്ലവരും കയറി വരികയോ ചെയ്താൽ അവരെല്ലാം കള്ളന്മാരോ കുടിയന്മാരോ പാമ്പുകളോ പുലികളോ പാറ്റകളോ പുഴുക്കളോ ബ്രിട്ടീഷ് കപ്പൽക്കാരോ ആണെന്ന് അവൾ ആ ക്ഷണത്തിൽ തീരുമാനിച്ചു കഴിയും. ഇത്ര കാലത്തെയെല്ലാം പരിചയമുണ്ടായിട്ടും അവളുടെ ഈ ഭയവും ഭീരുത്വവും ഇതുവരെ തീർന്നിട്ടില്ല. അതുകൊണ്ട് അവൾക്ക് ലാടനെക്കുറിച്ച് വളരെ സംശയമുണ്ടായിരുന്നു. അയാളെ സൂക്ഷിക്കണമെന്ന് എന്നോട് പലപ്പോഴും അവൾ പറയാറുണ്ടായിരുന്നു. ഞാൻ അത് കേൾക്കുമ്പോൾ ചിരിച്ച് അവളെ കളിയാക്കി ധൈര്യപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവൾ അപ്പോൾ തിരിഞ്ഞു നിന്ന് എന്നോട് ഗൗരവഭാവത്തിൽ പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കുട്ടികളെ ഇതുവരെ ആരും ബലമായി പിടിച്ചുകൊണ്ടുപോയിട്ടില്ലേ? കാബൂൾ രാജ്യത്ത് അടിമ വ്യാപാരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നേരല്ലേ? ഭീമാകാരനായ ഈ മനുഷ്യന് ഒരു ചെറിയ കുട്ടിയെ പിടിച്ചുകൊണ്ടുപോകുവാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത് അസംബന്ധമാണ്. അത് അസാധ്യമല്ലെങ്കിലും അസംഭവ്യമാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. അവൾ അതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല. അവളുടെ ഭയം വർദ്ധിച്ചതേയുള്ളൂ. എങ്കിലും അത് അടിസ്ഥാനവും വ്യവസ്ഥയുമില്ലാത്ത ഭയമായിരുന്നതുകൊണ്ട് ആ ചില്ലറ കച്ചവടക്കാരനായ കാബൂളിവാലയോട് ഞങ്ങളുടെ വീട്ടിൽ കടക്കരുതെന്ന് പറയുന്നത് അനുചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടുതന്നെ കുട്ടിയും അയാളുമായുള്ള സ്നേഹം നിർവിഘ്നം വർദ്ധിച്ചു വന്നു. കൊല്ലത്തിലൊരിക്കൽ കാബൂളിവാല സ്വരാജ്യത്തേക്ക് മടങ്ങിപ്പോകും. അക്കാലത്ത് അയാൾക്ക് ജോലിത്തിരക്കാണ്. തനിക്ക് പിരിഞ്ഞു കിട്ടുവാനുള്ളതെല്ലാം വീടുകൾ തോറും നടന്ന് പിരിച്ചെടുക്കുന്ന ധൃതിയാണ്. ഇക്കൊല്ലത്തിൽ ആവക ധൃതികൾ ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് മിനിയെ വന്ന് കാണുന്നതിന് അയാൾക്ക് സമയമില്ലാതിരുന്നിട്ടില്ല. മിനിയും അയാളും തമ്മിൽ എന്തോ ഒരു കാര്യം ആലോചിച്ചു വരുന്നുണ്ടെന്ന്
കാണുന്നവർക്കൊക്കെ തോന്നി. രാവിലെ വരുവാൻ സാധിച്ചില്ലെങ്കിൽ വൈകുന്നേരമെങ്കിലും അയാൾ എത്താതിരിക്കയില്ല. വീട്ടിൽ വല്ല മുക്കിലും മൂലയിലും വെച്ച് മലിനവസ്ത്രധാരിയും ദീർഘകായനും വളരെ പ്രാകൃത വേഷക്കാരനുമായ ആ ലാടനെ പെട്ടെന്ന് കണ്ടുമുട്ടിയാൽ എനിക്ക് തന്നെ പലപ്പോഴും ഒരു സങ്കോചം തോന്നാറുണ്ട്. എങ്കിലും മിനി യാതൊരു പരിഭ്രമവും കൂടാതെ ആ കാബുളിവാല, കാബുളിവാല എന്ന് ഉറക്കെ വിളിച്ച് പുഞ്ചിരി തൂകിക്കൊണ്ട് അയാളുടെ അടുക്കൽ ഓടിയെത്താറുണ്ട്. പ്രായത്തിൽ ഇത്ര വളരെ വ്യത്യാസമുണ്ടായിരുന്ന അവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയാൽ ബഹുരസമായി ചിരിച്ചും വെടി പറഞ്ഞും അന്യോന്യം രസിക്കാതിരിക്കുകയുമില്ല. അതെനിക്ക് നല്ല തീർച്ചയാണ്. അയാൾ മടങ്ങിപ്പോകുവാൻ നിശ്ചയിച്ചിരുന്നതിൻ്റെ കുറച്ചു ദിവസം മുൻപ് ഒരു രാവിലെ ഞാൻ മുറിയിലിരുന്ന് എൻ്റെ നോവലിൻ്റെ അച്ചടിച്ച പ്രൂഫുകൾ പരിശോധിക്കുകയായിരുന്നു. കാലം നല്ല തണുപ്പുള്ളതായിരുന്നു. വാതായനത്തിൽ കൂടി സൂര്യരശ്മി അകത്തു പ്രവേശിച്ച് എൻ്റെ പാദങ്ങളെ സ്പർശിച്ചു. അതുകൊണ്ട് അല്പമായുണ്ടായിരുന്ന ആ ചൂട് അത്യന്തം ഹൃദയംഗമമായിരുന്നു. സമയം 8 മണി കഴിഞ്ഞു. ചില്ലറ കച്ചവടക്കാർ, നടന്നു കച്ചവടം ചെയ്യുന്നവർ, ചിലർ സ്വസ്ഥാനങ്ങളിലേക്ക് തല നിറയെ സാധനങ്ങളുമായി മടങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ വഴിയിൽ നിന്ന് ഒരു ബഹളം കേട്ടു. പുറത്തേക്ക് നോക്കിയപ്പോൾ മിനിയുടെ കാബൂളിവാലയെ 2 പോലീസുകാർ കൂടി വിലങ്ങുവെച്ച് കൊണ്ടുപോകുന്നതും ജിജ്ഞാസുക്കളായ ഒരു കൂട്ടം കുട്ടികൾ പിന്നാലെ കൂടിയിരിക്കുന്നതുമാണ് ഞാൻ കണ്ടത്. കാബൂളിവാലയുടെ വസ്ത്രങ്ങളിലെല്ലാം രക്തം പുരണ്ടിരുന്നു. പോലീസുകാരിൽ ഒരാളുടെ കയ്യിൽ ഒരു വലിയ കത്തിയുമുണ്ടായിരുന്നു. ഞാൻ അക്ഷമനായി പുറത്തു വന്ന് അവരെ തടഞ്ഞു നിർത്തി എന്താ കാര്യം എന്നന്വേഷിച്ചു. കാബൂളിവാല ഒരാൾക്ക് ഒരു രാമപുരി സാൽവ വിറ്റിരുന്നുവെന്നും അതിൻ്റെ വില ചോദിച്ചപ്പോൾ വാങ്ങിയവൻ സാൽവ തന്നെ വാങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു എന്നും അങ്ങനെ അവർ തമ്മിൽ വലിയ ഒരു വാഗ്വാദം നടന്നു എന്നും അതിനിടയിൽ കാബൂളിവാല അയാളെ കുത്തി മുറിവേൽപ്പിച്ചു എന്നും ഞാൻ അവരോടും ഇവരോടുമൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. തൻ്റെ പരിഭ്രമവും കോപവും ശമിക്കാതെ പോകുന്ന വഴിക്കെല്ലാം കാബൂളിവാല ആ ശത്രുവിനെ കലശലായി അധിക്ഷേപിക്കുന്നുണ്ടായിരുന്നു. പോകും വഴിക്ക് എൻ്റെ വീടിൻ്റെ വരാന്തയിൽ മിനി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അയാളെ കണ്ടപ്പോൾ പതിവ് പോലെ കാബൂളിവാല എന്ന് വിളിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഓടിയെത്തി. കാബൂളിവാലയ്ക്കും അവളെ കണ്ടപ്പോൾ വളരെ ആഹ്ലാദം തോന്നി. അയാളുടെ മുഖം തെളിഞ്ഞു. അന്ന് അയാളുടെ തോളത്ത് മാറാപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിനകത്തുണ്ടെന്ന് പറയാറുള്ള ആനയെക്കുറിച്ച് സംസാരിക്കുവാൻ അപ്പോൾ അവൾക്ക് സാധിച്ചില്ല. അതിനാൽ അവൾ സാധാരണ ചോദിക്കാറുള്ള 2ാമത്തെ ചോദ്യം അയാളോട് ചോദിച്ചു. എവിടേക്കാ? ശ്വശുരഗൃഹത്തിലേക്ക് പോവുകയാണോ? അയാൾ ചിരിച്ചും കൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് എന്ന് മറുപടി പറഞ്ഞു. തൻ്റെ മറുപടി മിനിക്ക് രസിച്ചില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ഉടനെ വിലങ്ങിട്ട് മുറുക്കിയിരുന്ന തൻ്റെ കൈകൾ രണ്ടും അയാൾ ഉയർത്തിപ്പിടിച്ചു. ഹ, ഞാൻ വയസ്സനായ ആ ശ്വശുരനെ അടിച്ചു വീഴ്ത്തുമായിരുന്നു. എന്തു ചെയ്യാം, എൻ്റെ കൈകൾ കെട്ടിയിട്ടിരിക്കുന്നു എന്നുകൂടി അയാൾ തുടർച്ചയായി പറഞ്ഞു. മരണം സംഭവിക്കാവുന്ന വിധത്തിൽ കയ്യേറ്റം ചെയ്ത കുറ്റത്തിന് കാബൂളിവാലയെ കുറേ വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. കാലം അങ്ങനെ കഴിഞ്ഞുകൂടി. അയാളെപ്പറ്റി ആരും ഓർത്തതുമില്ല. പതിവുള്ള സ്ഥലത്ത് പതിവുള്ള ജോലികൾ ചെയ്ത് ഞങ്ങൾ ദിനം കഴിച്ചുകൂട്ടി. ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിൽ നിത്യസന്ദർശകനും ഇപ്പോൾ തടവിൽ കിടക്കുന്നവനുമായ ആ ലാടനെക്കുറിച്ച് ആരും ആലോചിച്ചതേയില്ല. അസ്ഥിരബുദ്ധിയായ എൻ്റെ മിനി കൂടി. എനിക്ക് അത് പറയുവാൻ ലജ്ജയാവുന്നു. അവളുടെ പഴയ സ്നേഹിതനെ തീരെ മറന്നു. അവൾക്ക് പുതിയ ചങ്ങാതിമാരുണ്ടായി. അവൾക്ക് പ്രായം അധികമായതോടുകൂടി അവളുടെ ചങ്ങാതിമാർ അധികവും പെൺകുട്ടികളായി. അവൾ തൻ്റെ സമയം അവരൊന്നിച്ച് ചിലവഴിച്ചു. സമയം മുഴുവനും കൂട്ടുകാർ ഒന്നിച്ച് കഴിഞ്ഞിരുന്നതുകൊണ്ട് അവൾക്ക് പണ്ടത്തെ പോലെ അവളുടെ അച്ഛൻ്റെ മുറിയിൽ കടന്നു വരുന്നതിന് പോലും സൗകര്യമുണ്ടായില്ല. ഞാൻ അവളോട് സംസാരിക്കുക തന്നെ പതിവില്ലാതായി.
അങ്ങനെ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞു. ശരത്കാലമായിരുന്നു. മിനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്നു. നവരാത്രി കാലത്ത് കഴിക്കണമെന്നാണ് തീർച്ചപ്പെടുത്തിയിരുന്നത്. ദുർഗ കൈലാസത്തിലേക്ക് മടങ്ങിയെത്തുന്ന ആ കാലത്ത് ഞങ്ങളുടെ ഭവനത്തിലെ പ്രഭയുള്ള ദീപമായിരുന്ന മിനി അവളുടെ അച്ഛനെ ഇരുട്ടിലാഴ്ത്തിക്കൊണ്ട് അവളുടെ ഭർത്താവിൻ്റെ ഭവനത്തെ പ്രകാശമാനമാക്കി തീർക്കുന്നതിന് അങ്ങോട്ട് പോകുവാൻ നിശ്ചയിച്ചിരുന്നു. പ്രഭാതം തെളിഞ്ഞു പ്രകാശിച്ചു. മഴക്കാലം കഴിഞ്ഞതുകൊണ്ട് വായുമണ്ഡലത്തിന് ഒരു പ്രത്യേക പരിശുദ്ധി വന്നതുപോലെ കാണപ്പെട്ടു. പ്രഭാത സൂര്യൻ്റെ രശ്മികൾ തനി തങ്കരശ്മികൾ പോലെ പ്രകാശിച്ചു. ആ പ്രഭയിൽ യാതൊരു കൗതുകവും സാധാരണ തോന്നാത്ത കൊൽക്കത്തയിലെ ഇടവഴികളിലുള്ള ഭവനങ്ങളുടെ ഇഷ്ടിക ചുമരുകൾ കൂടി വളരെ ശോഭിച്ചു. പ്രഭാതം മുതൽ വിവാഹവാദ്യങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഓരോ താളത്തിലും എൻ്റെ ഹൃദയം അധികമുച്ചത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു. ഭൈരവീരാഗത്തിൻ്റെ ഒരു ആലാപം കേട്ടപ്പോൾ ആസന്നമായ വേർപാടിനെക്കുറിച്ച് ഓർത്തുള്ള എൻ്റെ പരിതാപം ദൃഢീഭവിക്കുന്നതായി എനിക്ക് തോന്നി. എൻ്റെ മിനിയുടെ വിവാഹം അന്നു രാത്രിയായിരുന്നു.